വേദിയിലെ വിശിഷ്ട അതിഥികൾ, ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഹൈഫ് അക്കാഡമിയുടെ എല്ലാമായ പ്രിയങ്കരനായ മുബഷിർ സാർ, അതുപോലെ തന്നെ വേദിയെ ധന്യമാക്കിയിരിക്കുന്ന സൈനുൽ ആബിദ് സാർ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കോട്ടും ഗൗണുമെല്ലാം അണിഞ്ഞ് ഇന്ന് ഇവിടെ കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് എന്നെ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ 7 വർഷക്കാലമായി സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും മേഖലയിൽ, അവരുടെ മാനസികവും സാമൂഹികവുമായ മേഖലയിൽ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഒരുപാട് സൈക്കോളജിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നിങ്ങനെ ഈ നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ അതിനുവേണ്ടി ഒരു വലിയ തുടക്കം കുറിച്ചിരിക്കുന്ന, തുടക്കമെന്ന് പറയാൻ പറ്റില്ല, ഇത് 9ാമത്തെ കോൺവൊക്കേഷനാണ്. 9ാമത്തെ കോൺവൊക്കേഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ന് ഏകദേശം ഒരു 1000-നടുത്ത ആളുകളായിരിക്കും ഇവിടെ നിന്ന് കോൺവൊക്കേഷനിലൂടെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ 9000-ത്തിലധികം ആളുകളെ ഇതുവരെ സൈക്കോളജി മേഖലയിലോട്ട് കൈപിടിച്ചു കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട ഹൈഫ് അക്കാദമിക്ക് സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ പലതരത്തിലുള്ള വിപ്ലവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഒരുപാട് തരത്തിലുള്ള വിപ്ലവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മാനസികാരോഗ്യ മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെയാണ് ഹൈഫ് അക്കാദമി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, പല സന്ദർഭങ്ങളിലും പല സ്കൂളുകളിലോട്ടും പല ക്യാമ്പുകളിലോട്ടുമൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കാണുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് നമ്മളൊരു ജനറലായി മെൻ്റൽ ഹെൽത്ത് ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണമെന്നും അതിനെന്തെല്ലാം കരുതലുകൾ സ്വീകരിക്കണമെന്നുമെല്ലാം ക്ലാസ് എടുത്ത് പോന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരാഴ്ചത്തേക്ക് നമ്മുടെ ഫോണിലോട്ട് വരുന്ന കോളുകളും മെസ്സേജുകളും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാറില്ല. കാരണം അത്രമേൽ കലുഷമാണ് മാനസികാരോഗ്യ മേഖല. പക്ഷേ ഇത്രയും കേസുകൾ എന്നെപ്പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകൾക്ക് ക്രിയാത്മകമായി ഇടപെടാനും ആ കേസുകളിൽ ഒരു സമീപനത്തോടുകൂടെ, കൃത്യമായ സമീപനത്തോടുകൂടെ അതിലേക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാനും കഴിയുന്ന ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ വിരളമാണ്. പലപ്പോഴും നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ ചോദിക്കും, ഇന്ന സ്ഥലത്ത് ആരെങ്കിലും ഉണ്ടോ, ഒന്ന് സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് സജസ്റ്റ് ചെയ്തു കൊടുക്കാൻ ആളുകളില്ലാത്ത സാഹചര്യങ്ങളുണ്ട് പല മേഖലയിലും. ഇവിടെ ഇരിക്കുന്ന, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളും നമ്മൾ തന്നെ സ്വയം മനുഷ്യർ അടുത്തു നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. പല കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ അടുത്തോട്ട് വരുന്ന സമയത്ത് ആ കുടുംബ പ്രശ്നങ്ങളിലോട്ട് ലീഡ് ചെയ്യുന്നത് ഒന്നുകിൽ ഭർത്താവിൻ്റെയോ അതല്ലെങ്കിൽ ഭാര്യയുടെയോ മാനസികമായ ചില സംഘർഷങ്ങളായിരിക്കും, മാനസികമായ ചില പ്രയാസങ്ങളായിരിക്കും. എന്നാൽ ഇത് മാനസിക അവസ്ഥയുടെ കാരണത്താലാണ് ഫാമിലിയിൽ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാകുന്നത് എന്ന് കണ്ടെത്തി അത് പരിഹരിക്കുന്നതിന് പകരം എന്നേക്കുമായി ആ ബന്ധങ്ങൾ വേർപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങൾ നീണ്ടുപോകാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മാനസിക രോഗങ്ങളെക്കുറിച്ചും മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ജനങ്ങൾക്കുണ്ടാകുന്ന തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, OCD പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കുടുംബജീവിതത്തെ എത്രമാത്രം മാരകമായിട്ട് ബാധിക്കുമെന്ന് നമുക്ക് പലർക്കും പരിചയമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ പല കേസുകളിലൂടെയും കേട്ടിട്ടുണ്ടാകും. ഇങ്ങനെ OCD തുടങ്ങി വിവിധങ്ങളായ മാനസിക രോഗ പ്രശ്നങ്ങളാവട്ടെ, ആങ്സൈറ്റി പോലെയുള്ള പ്രശ്നങ്ങളാവട്ടെ, ഇതെല്ലാം കണ്ടെത്തി സന്തോഷത്തോടുകൂടെ ഇതിങ്ങനെ ഒരു പ്രശ്നമാണ്, ഇത് ഡോക്ടറെ കണ്ടാൽ, ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കണ്ടു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതാണ് എന്ന ബോധ്യം നമ്മുടെ ജനസമൂഹത്തിൽ ഇന്ന് കുറവാണ്. അവിടെയാണ് നിങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഫാമിലിയെങ്കിലും സുരക്ഷിതവും സന്തോഷവുമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു കോഴ്സ് കൊണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല.
ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് 10,000-കണക്കിന് ഹൈഫ് അക്കാഡമിയുടെ കുട്ടികൾ സൈക്കോളജി കഴിഞ്ഞ് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന 10,000-കണക്കിന് ആളുകളുടെ ഫാമിലിയെങ്കിലും സുരക്ഷിതത്വവും സന്തോഷത്തോടെയും കൂടെ മാനസികാരോഗ്യം ഉല്ലാസത്തോടു കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നിശബ്ദ വിപ്ലവം തന്നെയാണ്. ഈ 10,000-കണക്കിന് ആളുകൾ സൈക്കോളജിയിൽ PGയും MSWയിൽ മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയും നേടി സമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കൂടുതൽ ആളുകളിലോട്ട് ഇതിൻ്റെ ഒരു അനുരഞ്ജനം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. വളരെയധികം സന്തോഷമുണ്ട്. കാരണം പല മേഖലകളിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, ഞാനൊരു സൈക്കോ ലീഗൽ കൺസൾട്ടൻ്റ് ആണ്. ഈ സൈക്കോ ലീഗൽ കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ MSW മെഡിക്കൽ ആൻഡ് സൈക്കാട്രിയും LLBയും കഴിഞ്ഞതിന് ശേഷം മെഡിക്കോ ലീഗൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും സൈക്കോ ലീഗൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ, അത് കുട്ടികളുടെ കുറ്റകൃത്യങ്ങളാവട്ടെ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, ഏത് മേഖലയിലുള്ള ലീഗൽ പ്രോബ്ലംസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം പിറകിൽ കൃത്യമായ സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ആ സൈക്കോളജിക്കൽ റീസൺസ് കണ്ടെത്തി അതിന് കൃത്യമായ റെമഡി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള നോളജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ഇന്ന് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതോട് കൂടെ നിങ്ങൾക്കൊരു കാരണവശാലും നിങ്ങളുടെ പഠനം പൂർത്തീകരിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം സൈക്കോളജി എന്ന് പറയുന്ന മേഖല ഓരോ കാലഘട്ടത്തിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ അപ്ഡേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പഠിച്ച് ഉന്നതമായ മേഖലകളിലോട്ടും സമൂഹത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്നവരായിട്ടും മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ